ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെറൂൺ ഷാർക്കുകളെ കുറിച്ചാണ്. നമ്മുടെ ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ്ഫിഷ് അല്ലെങ്കിൽ ആസാം വാള എന്ന് പറയുന്ന ആ ഒരു മീനുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ് ഈ ഒരു പെറൂൺ ഷാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആസാം വാള അല്ലെങ്കിൽ ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ്ഫിഷിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. നമ്മൾ വീഡിയോ ഫൂട്ടേജ് ആയിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പെറൂൺ ഷാർക്കിൻ്റെ അല്ല, അത് നമ്മുടെ ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ്ഫിഷ് ആണ്, അതായത് ആസാം വാളയാണ്. ഈ പെറൂൺ ഷാർക്കുകൾ നമ്മൾ പെറ്റ് ഷോപ്പുകളിലൊന്നും അധികം സ്റ്റോക്ക് ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഫൂട്ടേജ് ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ്ഫിഷ് ആണ്, അതായത് ആസാം വാള. ഈ പെറൂൺ ഷാർക്കിൻ്റെ ചിത്രം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. അതായത് ആസാം വാളയും ഈ ഒരു പെറൂൺ ഷാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. ഈ പെറൂൺ ഷാർക്കുകളുടെ വീഡിയോ ഫൂട്ടേജ് നമുക്ക് പിന്നീട് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് ഷാർക്കിനെ കണ്ടില്ലേ, അത് നമ്മുടെ ആസാം വാളയാണ്. അതിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഒരു പെറൂൺ ഷാർക്കും ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇരിക്കുന്നത്. ഈ പെറൂൺ ഷാർക്കുകൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പുറം ഭാഗത്ത് കാണുന്ന ഒരു ഫിൻസില്ലേ, അതിനെയാണ് ഡോഴ്സൽ ഫിൻ എന്ന് പറയുന്നത്. അത് നല്ല നീളത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഭയങ്കര കൂർത്ത് ഷാർപ്പായിട്ടിരിക്കും. ഈ വാളകൾക്കെല്ലാം ഇവരുടെ ഫിൻസിൽ സ്പൈൻസ് ഉണ്ട്, മുള്ളുകളുണ്ട്. അത് ആസാം വാളയ്ക്കാണെങ്കിലും ഉണ്ട്. ഈ പെറൂൺ ഷാർക്കിൻ്റെ ആണെങ്കിൽ ആ ഡോഴ്സൽ ഫിൻ, പുറകിലത്തെ ആ ഒരു വലിയ ഫിൻസ് നല്ല നീളത്തിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഹൈഫിൻ ഷാർക്ക് കാറ്റ്ഫിഷ്. അപ്പോൾ അവരുടെ ഈ ഒരു പുറകിൽ കാണുന്ന ഡോഴ്സൽ ഫിൻ നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഹൈഫിൻ ഷാർക്ക് കാറ്റ്ഫിഷ് എന്ന് വിളിക്കുന്നത്. ആസാം വാളയുടെ സയൻറ്റിഫിക് നെയിം പാൻഗേഷ്യസ് ഹൈപ്പോതലാമസ് എന്നാണെന്നുണ്ടെങ്കിൽ ഈ പെറൂൺ ഷാർക്കുകളുടെ സയൻറ്റിഫിക് നെയിം പാൻഗേഷ്യസ് സാനിറ്റ്വോങ്സി എന്നാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇവരുടെ ഫിൻസ്, ആ ഒരു ചിറകുകൾ നോക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെറൂൺ ഷാർക്ക് ഏതാണ്, അതുപോലെ തന്നെ ആസാം വാള ഏതാണെന്നുള്ളത്. പിന്നെ ആസാം വാള 3 വെറൈറ്റിയിൽ വരുന്നുണ്ട്, ബ്ലാക്ക്, അതുപോലെ വൈറ്റ്, പിന്നെ ആൽബിനോ. അതേസമയം പെറൂൺ ഷാർക്കുകളാണെന്നുണ്ടെങ്കിൽ ഒറ്റ വെറൈറ്റിയാണ് വരുന്നത്, അത് ഈ ഒരു ബ്ലാക്ക് വെറൈറ്റിയാണ്. ആൽബിനോ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു അക്വേറിയം ഹോബിയിൽ വളരെ റെയറാണ്. അപ്പോൾ ഈ പെറൂൺ ഷാർക്കുകൾക്ക് വിളിക്കുന്ന പല പേരുകൾ ഞാൻ ഒന്നുകൂടിയും പറയാം. ഒന്നാമത്തെ പേര് പെറൂൺ ഷാർക്ക് എന്നാണ്. രണ്ടാമത് വിളിക്കുന്നത് പെറൂൺ ഷാർക്ക് കാറ്റ്ഫിഷ് എന്നാണ്. പിന്നെ വിളിക്കുന്നത് ഹൈഫിൻ ഷാർക്ക് കാറ്റ്ഫിഷ് അല്ലെങ്കിൽ ഹൈഫിൻ ഷാർക്ക്. പിന്നെ വിളിക്കുന്നത് ജയൻറ്റ് പാൻഗേഷ്യസ് എന്നും ഇവരെ വിളിക്കാറുണ്ട്. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ സൈസാണ്. ഈ പെറൂൺ ഷാർക്കുകളുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ വളരുന്നത് ഏകദേശം 10 അടി വരെയാണ്. നമ്മൾ ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ അവർ ഏകദേശം 4-5 അടി വരെയാണ് വളരാറുള്ളത്. അതേസമയം നമ്മുടെ ആസാം വാളകൾ എല്ലാവർക്കും അറിയാം, വൈൽഡ് ഹാബിറ്റാറ്റുകളിൽ നാച്ചുറലായിട്ട് അവർ 4 അടി വരെയൊക്കെയാണ് വളരാറുള്ളത്. അതേസമയം ടാങ്കുകളിലൊക്കെ 2 അടി വരെയാണ് വളരുന്നത്. അപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും, പെറൂൺ ഷാർക്കുകളും ഈ ഒരു ഇറിഡിസെന്റ് ഷാർക്ക് അല്ലെങ്കിൽ ആസാം വാളയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സൈസിൽ തന്നെയാണ് മെയിൻ വ്യത്യാസം. ഈ പെറൂൺ ഷാർക്കുകളുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ആസാം വാളകളുടെ ആ ഒരു ഏരിയ തന്നെയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ്, മെയിനായിട്ട് തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ. ഇവരുടെ ബ്ലാക്ക് വെറൈറ്റിയാണ് കൂടുതലും കണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് നമ്മുടെ ആസാം വാളയുടെ പോലെ തന്നെയാണ്, തിളങ്ങുന്ന ഒരു കളറാണ് സൈഡിലൊക്കെ വരുന്നത്. അതായത് ഒരു മെറ്റാലിക് ഷൈനിങ് ആണ് വരുന്നത്. ഈ പെറൂൺ ഷാർക്കുകൾ തീരെ ചെറിയ സൈസിലൊക്കെ വാങ്ങാൻ കിട്ടും, ഒരു 3 ഇഞ്ച് സൈസിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം നമ്മുടെ അറിവനുസരിച്ച് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് സൈസൊക്കെ ഉള്ളതാണെങ്കിൽ അതിന് ഏകദേശം ഒരു 500, 450 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. പിന്നെ കുറച്ച് വലിയ സൈസൊക്കെ ആണെങ്കിൽ, അതായത് ഏകദേശം ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1000, 1500 ഒരു പീസിന് പ്രൈസ് വരുന്നത്. പ്രൈസ് റേഞ്ച് കൃത്യമായിട്ട് അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചെറിയ സൈസിനെയൊക്കെ നമുക്ക് അക്വേറിയത്തിലേക്ക് ഇട്ട് വളർത്താൻ കുറച്ച് നാൾ, അത് കഴിഞ്ഞാൽ പിന്നെ വലിയ സൈസ് ടാങ്കുകളിലേക്ക് മാറ്റേണ്ടി വരും. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഔട്ട്ഡോർ ടാങ്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ പോണ്ടുകൾ, അല്ലെങ്കിൽ ടാർപോളിൻ യൂസ് ചെയ്തിട്ടുള്ള വലിയ ടാങ്കുകളൊക്കെയാണ് സൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഒരു സിംഗിൾ പീസിനെയൊക്കെ വളർത്താനായിട്ട് മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത് ഒരു 1000 ലിറ്റർ അല്ലെങ്കിൽ ഒരു 2000 ലിറ്ററിൻ്റെ ടാങ്കൊക്കെയാണ്. ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 22 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ pH റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 6.5 മുതൽ 7.5 വരെയാണ്. നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മീനാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടൊരു ഫിൽട്രേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 30 മുതൽ 40% വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പൊതുവേ ഈ ഒരു പെറൂൺ ഷാർക്കുകളാണെങ്കിലും ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ്ഫിഷുകളാണെങ്കിലും അവർ അത്ര അഗ്രസീവ് ആയിട്ടുള്ള മീനുകളല്ല. എങ്കിലും ചെറിയ ടാങ്കുകളിലൊക്കെ കൺജസ്റ്റഡ് ആയിട്ട് ഇടുമ്പോൾ ചെറിയ രീതിയിൽ അവരുടെ കൊമ്പുകളും കാര്യങ്ങളൊക്കെ കുത്തി മീനുകൾക്ക് പ്രശ്നം വരാറുണ്ട്, അതായത് ഇഞ്ചുറി വരാറുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകൾ തന്നെ ഇവർക്ക് വേണമെന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ കൂടെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് ഇടുന്ന മറ്റ് മീനുകൾ എന്ന് പറയുന്നത് ഏകദേശം ഇവരുടെ ഒരേ സൈസിലുള്ളതിനെ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. വലിയ സൈസിലുള്ള കുറേ ഇനം മീനുകളൊക്കെ ഇവരുടെ കൂടെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. ജയൻറ്റ് ഗൗരാമി, പാക്കു, അതുപോലെ തന്നെ വാഹകൾ, റെട്ടേൽ കാറ്റ്ഫിഷ്, ഷവൽ നോസ്, ഇതിനെല്ലാം വലിയ ടാങ്കുകളിൽ ഇവരുടെ കൂടെ ഒരുമിച്ചിടാവുന്നതാണ്. പക്ഷേ ടാങ്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇവർ പരസ്പരം അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട്. ഇവർ പൊതുവേ പീസ്ഫുൾ ആയിട്ടുള്ള മീനുകളായതുകൊണ്ട് തന്നെ മറ്റ് അഗ്രസീവ് ആയിട്ടുള്ള മോൺസ്റ്റർ ഫിഷുകളുടെ കൂടെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അതായത് പീസ്ഫുൾ ആയിട്ടുള്ള ജയൻ്റ് ആയിട്ടുള്ള മീനുകളുടെ കൂടെ, അതായത് ജയൻറ്റ് ഗൗരാമി, അതുപോലെ തന്നെ നട്ടർ, ഇത്തരമേ ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ്ഫിഷ്, അതായത് ആസാം വാള, അതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു പെറൂൺ ഷാർക്കിനെ ഇടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഗ്രഷനൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഈ പെറൂൺ ഷാർക്കുകളാണെങ്കിലും ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ്ഫിഷുകളാണെങ്കിലും ഇവർ നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡ് കഴിക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഇവർക്ക് പല സൈസിലുള്ള പെല്ലറ്റ് ഫീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നോൺ വെജ് ഫുഡുകളായിട്ടുള്ള ചെമ്മീൻ, അതുപോലെ മറ്റ് മീനുകൾ, പിന്നെ ലൈവായിട്ടുള്ള വേംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ഫീഡ് ചെയ്യാം.
പിന്നെ ഇവരുടെ ബ്രീഡിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സാധാരണയായിട്ടൊന്നും ഇവർ ബ്രീഡ് ആവാറില്ല. കുഞ്ഞുങ്ങളൊക്കെ വരുന്നതെന്ന് പറയുന്നത് കൂടുതലും ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്ത് അങ്ങനെ ബ്രീഡ് ചെയ്യിച്ചിട്ടാണ്. നന്നായി കെയർ ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 20 മുതൽ 25 വർഷം വരെ ജീവിക്കും. പിന്നെ നമ്മൾ ഫിഷ് ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ ഇവരെക്കാളും ചെറിയ സൈസുള്ള മീനുകളുടെ കൂടെ ഒരിക്കലും ഇവരെ ഇടരുത്. അവരെ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഇവരുടെ ഒരേ സൈസിലുള്ള മീനുകളെ മാത്രം ടാങ്കുകളിൽ ഇടുക. പിന്നെ ഇവരുടെ ഫാസ്റ്റ് ഗ്രോത്തിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇവരുടെ ടാങ്കിൻ്റെ സൈസ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫീഡിങ്ങും ടാങ്ക് സൈസും വാട്ടർ ക്വാളിറ്റിയാണ്. അപ്പോൾ ടാങ്ക് സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ വളരെ വലിയ സൈസ് വയ്ക്കുന്ന മീനുകളായതുകൊണ്ട്. ആസാം വാളകൾ 2 അടിയൊക്കെ വളരുമ്പോൾ ഇവർ വളരുന്നത് 4 അടി 5 അടിയൊക്കെയാണ്. മോൺസ്റ്റർ ഫിഷുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങി വളർത്താൻ പറ്റിയൊരു മീനാണ്. പിന്നെ മറ്റു പല മോൺസ്റ്റർ ഫിഷുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കുമെന്ന് പറയുന്നതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ്. പെറൂൺ ഷാർക്കുകൾ അക്വേറിയങ്ങളിലൊക്കെ സെയിലിനായിട്ട് വരുന്നൊരു വെറൈറ്റി ആണെങ്കിൽ പോലും നമ്മൾ വളരെ റെയറായിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. കൂടുതലും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത് ആസാം വാളകളാണ്. അപ്പോൾ നിങ്ങൾ അക്വേറിയം ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. അതായത് ഈ ഒരു ആസാം വാളയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൻ്റെ ഫിൻസിന് അത്ര ഹൈറ്റ് ഉണ്ടായിരിക്കില്ല. അതേസമയം ഈ ഒരു പെറൂൺ ഷാർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡോഴ്സൽ ഫിന്ന് നല്ല ഹൈറ്റിലായിരിക്കും. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല ഹൈറ്റിലായിരിക്കും ഇതിൻ്റെ ഫിൻസ് നിൽക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ തുടക്കത്തിൽ ചിത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഷേപ്പും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരേപോലെയാണ്. ആസാം വാളയാണെങ്കിലും പെറൂൺ ഷാർക്ക് ആണെങ്കിലും കളറും സെയിം ആണ്. അത് നോക്കി നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഈ ഫിൻസ് നോക്കി തന്നെ മാത്രമാണ് അത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഭയങ്കര ഹൈ ഫിൻസ് ആയിരിക്കും ഈ ഒരു പെറൂൺ ഷാർക്കുകൾക്ക്. അതേസമയം ഷോർട്ടായിട്ടുള്ള ഫിൻസ് ആയിരിക്കും ഈ ഒരു ആസാം വാള അല്ലെങ്കിൽ ഇറിഡീസൻ ഷാർക്കുകൾക്ക് വരുന്നത്. ബോഡി ഷേപ്പിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് 2 മീനുകളും തമ്മിൽ. എങ്കിലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരുടെ ഫിൻസ് വെച്ച് നോക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ പെറൂൺ ഷാർക്കുകളാണെന്നുണ്ടെങ്കിലും ഇറിഡീസൻ ഷാർക്ക് കാറ്റ്ഫിഷുകളാണെങ്കിലും ഇവർക്ക് 2 പേർക്കും അന്തരീക്ഷത്തിന് ഡയറക്റ്റ് ശ്വസിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോൾ ഈ അക്വേറിയത്തിൽ എടുക്കുന്ന ആസാം വാളകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ മുകളിൽ വന്ന് ബബിൾസ് ഇട്ട് പോകുന്നുണ്ട്. നമ്മുടെ മുഷികളൊക്കെ ചെയ്യുന്നത് പോലെ അവർ ബ്രീത് ചെയ്യുന്നതാണ്. പക്ഷേ ഇവരെ പ്രോപ്പറായിട്ടുള്ള എയർ ബ്രീതിങ് ഫിഷുകളായിട്ട് കണക്കാക്കാറില്ല. നമ്മുടെ ജയൻറ്റ് ഗൗരാമികൾ, അരപ്പൈമ, അലിഗേറ്റർ കാർ, അതുപോലെ തന്നെ സ്നേക്ക് ഹെഡുകളെ പോലെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയൻറ്റ് ഗൗരാമികൾക്കൊക്കെ ലാബ്രിന്ത് ഓർഗൻ എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. അതുപോലെ തന്നെ അലിഗേറ്റർ കാർ, സ്നേക്ക് ഹെഡുകൾ, അരപ്പൈമയ്ക്കൊക്കെ മോഡിഫൈഡ് സ്വിം ബ്ലാഡറാണ് ഉള്ളത്. അതേസമയം ഈ പെറൂൺ ഷാർക്കുകൾക്കും ഇറിഡീസൻ ഷാർക്ക് കാറ്റ്ഫിഷുകൾക്കും അങ്ങനെ ഒരു സ്പെസിഫിക് ഓർഗൻ ഇല്ല. അവർ യൂസ് ചെയ്യുന്നത് സാധാരണ സ്വിം ബ്ലാഡ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അവരെ പ്രോപ്പർ എയർ ബ്രീതിങ് ഫിഷുകളുടെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല. പക്ഷേ അവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ബ്രീത് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ പെറൂൺ ഷാർക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.